പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ അതിശക്തമായി എതിർക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റക്കെട്ടായി കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടത്തും. ആദ്യ ദിവസം മുതൽ പാർലമെന്റിനകത്തും പുറത്തും അയോധ്യക്കുള്ളയും ചോദ്യപേപ്പർ ചോർച്ചയും ഉയർത്താനും തീരുമാനം. പ്രതികരണമുണ്ട്. ആദ്യം അതിലേക്ക്. അയോധ്യ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംഭാവന തട്ടിപ്പ്, ഡൊണേഷൻ തെഫ്റ്റ് ഒന്നാമത്തെ വിഷയമായിട്ട് ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീറ്റ് എക്സാമിനേഷൻ ഉണ്ടായിട്ടുള്ള തിരിമറികളും അഴിമതികളും അതിന് നീറ്റ് എക്സാം റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട രാജ്യമൊട്ടാകെ കത്തി നിൽക്കുന്ന ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം ഈ സർക്കാരിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു വിഷയം. അതും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിലിമിറ്റേഷൻ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കാനുള്ള 3/2 ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകളാണ് നടന്നത്. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നാം ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ സമ്മേളനം ആരംഭിക്കാൻ അധിക ദിവസങ്ങൾ ഇല്ല. ആ സമയത്ത് പല വിഷയങ്ങളിലും അയോധ്യ അടക്കം, നീറ്റ് അടക്കം, മണ്ഡല പുനർനിർണയമടക്കം ശക്തമായി കേന്ദ്ര സർക്കാരിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ പ്രതിപക്ഷം നന്നായി മെലിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം. പ്രതിപക്ഷ പാർട്ടികളിലെ വിള്ളലുകൾ ഇതടക്കം യാഥാർത്ഥ്യങ്ങളായി മുന്നിലുണ്ട്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഈ സമ്മേളനത്തിന്റെ പ്രസക്തി? രതീഷ്, കഴിഞ്ഞ തവണ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു മണ്ഡല പുനർനിർണയ ബില്ല്. എന്നാൽ 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതിനെ തുടർന്ന് ആ ബില്ല് വനിതാ ബില്ലിനൊപ്പം കൂട്ടിക്കെട്ടി അവതരിപ്പിച്ച ആ നീക്കം പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഇത്തവണ വീണ്ടും ആ ബില്ല് അവതരിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പക്ഷെ അപ്പോഴും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുൻപുണ്ടായിരുന്ന കക്ഷിനിലയോ അല്ലെങ്കിൽ അംഗസംഖ്യയോ അല്ല ഇരുപക്ഷത്തും ഇപ്പോൾ ഉള്ളത്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം തന്നെ പിളർത്താനും അവരിൽ നിന്ന് അംഗങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ഇതിനോടകം തന്നെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ എന്തായാലും NDA ഒരു യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ കോൺഗ്രസും ഒരു സുപ്രധാനമായ യോഗം ഇന്ന് ചേർന്നിട്ടുള്ളത്. സ്ട്രാറ്റജി ഗ്രൂപ്പിന്റെ ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് രാമക്ഷേത്രത്തിലെ കൊള്ള, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് തുടങ്ങി രാജ്യത്ത് ഈ കഴിഞ്ഞ 2 പാർലമെന്റ് സമ്മേളനത്തിന്റെയും ഇടയിൽ ഉണ്ടായിട്ടുള്ള സുപ്രധാന വിഷയങ്ങൾ ഉയർത്തുക എന്നത് തന്നെയാണ്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളെ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകളും അതോടൊപ്പം തന്നെ ക്ലബുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റക്കെട്ടായി അണിനിരത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കൂടിയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. DMK അടക്കം, അതായത് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന DMK അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഈ ഇന്ത്യ മുന്നണി നേതൃത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കണക്കുകൾ മാറി മറിഞ്ഞ ടാലികൾ നോക്കിയാൽ പോലും BJPക്ക് 3/2 ഭൂരിപക്ഷം ഇപ്പോഴും പാർലമെന്റിൽ ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ ഡീലിമിറ്റേഷൻ ബില്ല്, അതായത് മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവന്നാലും പരാജയപ്പെടുത്താനുള്ള നീക്കം പ്രതിപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തുക എന്നതാണ് എന്തായാലും കോൺഗ്രസ് ആലോചിച്ചിരിക്കുന്നത്. 19-ാം തീയതി സർവകക്ഷി യോഗം എന്തായാലും പാർലമെന്റ് ചേരുന്നതിന് തൊട്ട് മുൻപായി വിളിക്കും. പക്ഷെ ആ യോഗത്തിലും ഈ നിലപാട് ആവർത്തിക്കുമെന്നും ഇന്നത്തെ സ്ട്രാറ്റജി ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി.